ഞങ്ങള് ഉള്ളിൽ നിന്നുണ്ടായ ഒരു അമളികളുടെ ഒക്കെ കാര്യം പറയായിരുന്നു. എന്താണല്ലേ നടക്കുന്നത്? ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര? അങ്ങനെ ഒരു ദൈവം ഇല്ല. നടക്കാൻ സോറി, നമ്മളിപ്പോ നിക്കാല്ലേ? നമ്മുടെ മൈക്ക് നേരത്തെ ബിഗ് ബോസ് വിളിച്ച് പറയും കള്ളൻ ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. ഇതാണ് നമ്മളെ എവിക്റ്റായ ആദില. ഗ്രാൻഡ് ഫിനാലിന്റെ പടിവാതില് കാണാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ? തലയിലെ വര ശരിയായില്ല. അതെങ്ങനെയാ? മോളിലിരുന്ന ഒരാള് കമ്പ്യൂട്ടർ കുത്തി കളിക്കല്ലേ? ആരാണ് താരം? അടിമോളൊന്നല്ല താരം. അടിമോള് വേറെ രീതിക്ക് താരാണ്. പക്ഷെ ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ആദിലക്കുട്ടിയാണ്. എന്നെ അനുക്കുട്ടി വന്ന് ബഹിരാകാശത്ത് നിന്ന് ഇറക്കും. ഐ ട്രസ്റ്റ് മൈ അനുക്കുട്ടി. ടീമിന്റെ ഭാഗമാണെങ്കിൽ പോലും ഇത്രയും നാളും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ട് കൂടി ഇല്ല. അപ്പം സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ നോക്കിയ ബിഗ് ബോസ് കഴിഞ്ഞു. വാ വാ വാ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. നമ്മൾ പറഞ്ഞത് പുറത്തിറങ്ങിയാല് അതിലായിട്ട് കൂട്ട് വെക്കൂല. സത്യമായിട്ടും പറയുന്ന ഒരു പെണ്ണാണ്. എനിക്കറിയാം. നീ പോയത് എന്ത് എങ്ങനെ അതെന്തോ പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കും. അത് ചിലപ്പോ വന്നവരുടെ ഗെയിം ആയിരിക്കും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അല്ല, ഗെയിം കളിച്ച ആൾക്കാരുണ്ട് കേട്ടാ, എന്നിട്ട് തകർത്തെറിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.